ചെങ്കടലിലെ കപ്പലാക്രമണത്തിൽ കാണാതായ കായംകുളം സ്വദേശി ആർ അനിൽകുമാർ കുടുംബത്തെ ഫോണിൽ വിളിച്ചു. യമനിലുണ്ടെന്ന് അനിൽകുമാർ കുടുംബത്തെ അറിയിച്ചു. ഈ മാസം 10-നാണ് ചെങ്കടലിൽ ഹൂതി വിമതർ ചരക്ക് കപ്പൽ ആക്രമിച്ചത്. ഷൈജു വിവരങ്ങൾ നൽകും. ഷൈജു, അങ്ങനെ അനിൽകുമാർ എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഒരു വ്യക്തതയുണ്ടായിരുന്നില്ല. യമനിലായിരിക്കാം, ഹൂതികളുടെ പിടിയിലായിരിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കപ്പൽ രക്ഷിച്ചിട്ടുണ്ടാകുമോ തുടങ്ങിയ സംശയങ്ങളായിരുന്നു. എന്നാലും യമനിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. ഹൂതികളുടെ പിടിയിലാണോ? എന്തൊക്കെ വിവരങ്ങൾ അനിൽകുമാർ കുടുംബവുമായി പങ്കുവച്ചു? ഷൈജു, എന്തൊക്കെ വിവരങ്ങളാണ് നമുക്കറിയാൻ സാധിക്കുന്നത്? ജിൽസി, അനിൽകുമാറുമായി ബന്ധപ്പെട്ട് പലതരം ആശങ്കകളായിരുന്നു നിലനിന്നിരുന്നത്. ഭാര്യ ശ്രീജ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. ആ അർത്ഥത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ വെള്ളിയാഴ്ച പുലർച്ചെ 1:45 ശ്രീജയുടെ മൊബൈൽ ഫോണിലേക്ക് അനിൽകുമാറിന്റെ വിളി വരുന്നത്. ഈ പുലർച്ചെ സമയത്ത് അനിൽകുമാറിന്റെ വിളി വന്നതൊരാശ്വാസമായി മാറുകയായിരുന്നു. താൻ യമനിൽ ഉണ്ട് എന്നും കൂടുതലൊന്നും സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്പസമയം ഭാര്യയുമായി സംസാരിച്ചത്. മകൻ അനജനോടും സംസാരിച്ചു. മകൾ അനഘയ്ക്ക് സംസാരിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള ഒരു സാവകാശം ലഭിച്ചിരുന്നില്ല. വേഗത്തിൽ ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു. യമൻ സൈന്യത്തിന്റെ പിടിയിലാണ് ഇപ്പോഴുള്ളത് എന്ന ഒരു സൂചന മാത്രമാണ് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ നയതന്ത്ര തലത്തിൽ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്ന ഏറ്റവും ശുഭകരമായ വാർത്ത മറ്റൊരു തരത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്നു. കാരണം കഴിഞ്ഞ ദിവസം തന്നെ, അതായത് വെള്ളിയാഴ്ച പുലർച്ചെ ഫോൺ വിളി വന്നതിന് ശേഷം കേന്ദ്ര ഇന്റലിജൻസിന്റെ ഒരു സംഘം വീട്ടിൽ എത്തി കാര്യങ്ങൾ തിരക്കിയിരുന്നു. മാത്രവുമല്ല, കാർത്തികപ്പള്ളി തഹസീൽദാരും വീട്ടിൽ എത്തി കാര്യങ്ങൾ ശേഖരിച്ചു. മാത്രവുമല്ല, ഈ അനിൽകുമാർ വിളിച്ച ഫോൺ നമ്പരും ശേഖരിച്ചിട്ടാണ് ഇവർ മടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നയതന്ത്ര തലത്തിൽ എംബസി വഴി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എന്ന ഒരു വിവരം വീട്ടുകാർക്ക് ലഭിക്കുന്നുണ്ട്. അതൊരാശ്വാസമാണ്. ഒരു പ്രധാന പ്രതിസന്ധി ഉള്ളത് യമനിൽ ഇന്ത്യക്ക് എംബസി ഇല്ല എന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സൗദി എംബസി വഴിയാണ് കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തിങ്കളാഴ്ചയോടുകൂടി നാട്ടിലെത്തിക്കാനുള്ള ഒരു ശ്രമം ഉണ്ട്. സ്ഥലം MP ആയ KC വേണുഗോപാലും MLA പ്രതിഭ MLAയും ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നൊരു ആശ്വാസകരമായ കാര്യം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അനിൽകുമാർ ജീവിച്ചിരിക്കുന്നു. ഷൈജു, അതായത് ഇന്നലെ അനിൽകുമാർ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് തൽക്കാലം ഭീഷണിയൊന്നുമില്ല, സുരക്ഷിതമായി കഴിയുന്നുണ്ടെന്നുള്ള വിവരങ്ങളാണോ ലഭിച്ചിരിക്കുന്നത്? തീർച്ചയായും. കാരണം ഫോൺ വിളിച്ചതിന് ശേഷം ഭാര്യയോട് സംസാരിക്കുന്നത് താൻ യമനിലുണ്ട്, കൂടുതലൊന്നും സംസാരിക്കാൻ കഴിയില്ല എന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. ആ യമൻ സൈന്യത്തിന്റെ പിടിയിലാണ് ഉള്ളത് എന്നൊരു സൂചന ഇതോടുകൂടി ലഭിച്ചിരിക്കുന്നു എന്നതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കുമ്പോൾ വീട്ടുകാർക്ക് ലഭിക്കുന്ന സൂചന അതാണ്, ഈ സൈന്യത്തിന്റെ പിടിയിലുണ്ട് എന്നാണ്. കാരണം ഹൂതി ആക്രമണത്തിന് ആ സമയത്ത് തന്നെ 6 പേർ ഈ ആക്രമണത്തിൽ മരണപ്പെട്ടിരുന്നു. ചില ആളുകൾ കടലിലേക്ക് എടുത്തു ചാടി രക്ഷപ്പെട്ടിരുന്നു. 2 മലയാളികളാണ് ഉണ്ടായിരുന്നത്. അനിൽകുമാർ സെക്യൂരിറ്റി ഓഫീസറായിരുന്നു, മറ്റൊന്ന് അഗസ്റ്റിൻ തിരുവനന്തപുരം സ്വദേശിയായിരുന്നു. അദ്ദേഹം രക്ഷപ്പെട്ട് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയിരുന്നു. ഈ വീട്ടിലേക്ക് ശ്രീജ, ഈ അനിൽകുമാറിന്റെ ഭാര്യ, അവിടെ എത്തി അഗസ്റ്റിനുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ആ സംസാരത്തിന് ശേഷം തിരിച്ച് എത്തിയതിനു ശേഷം വെള്ളിയാഴ്ച പുലർച്ചെ 1:45 ശ്രീജയുടെ ഫോണിലേക്ക് വിളി വരുന്നത്. ആ വിളിയിൽ മകൻ അനജനോടക്കം സംസാരിക്കുകയും ചെയ്തിരുന്നു. മകൾ അനഘയ്ക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അത് സാധിച്ചിരുന്നില്ല. വേഗത്തിൽ ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു. പക്ഷെ വലിയൊരു ആശ്വാസം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ തലത്തിൽ നയതന്ത്ര ഇടപെടലുകൾ നടത്തി അനിൽകുമാറിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. തിങ്കളാഴ്ചയോടുകൂടി നാട്ടിലേക്ക് എത്തിക്കാനാകും എന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. സൗദി എംബസി കേന്ദ്രീകരിച്ചുള്ള ഒരു ഏകോപനമാണ് കേന്ദ്ര സർക്കാർ നയതന്ത്ര തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന. ആ അർത്ഥത്തിൽ അനിൽകുമാറിനെ കായംകുളത്ത് പത്തിയൂർക്കാല വീട്ടിൽ എത്തിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ്. തന്റെ ഭർത്താവിനെ, തങ്ങളുടെ അച്ഛനെ ഒക്കെ കാണാൻ കഴിയുമെന്ന് മക്കളും ഭാര്യയും ഒക്കെ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ജിൽസി, ഈ പ്രഭാതത്തിൽ അത്തരമൊരു ആശ്വാസകരമായ വാർത്ത പ്രേക്ഷകരെ അറിയിക്കുന്നതിലുള്ള സന്തോഷവും നമുക്കുണ്ട്. ശരി, ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അനിൽകുമാർ എവിടെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാകുന്നു എന്നുള്ളത് കുടുംബത്തിന് വലിയ ആശ്വാസമാണ്. അനിൽകുമാർ യമനിൽ തന്നെയുണ്ട്. ചെങ്കടലിലെ ഹൂതി കപ്പലാക്രമണവുമായി ബന്ധപ്പെട്ടാണ് അനിൽകുമാറും സുഹൃത്തുക്കളും ഒക്കെ കടലിലേക്ക് ചാടിയിരുന്നപ്പോൾ അനിൽകുമാർ എവിടെ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. യമനിൽ സുരക്ഷിതനായിട്ടുണ്ട് എന്നുള്ള വിവരം കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നു. ഇനി നയതന്ത്ര നീക്കങ്ങളിലൂടെ എങ്ങനെയെങ്കിലും അനിൽകുമാറിനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സൗദി എംബസി കൂടെ വഴിയാണ് ഇത്തരമൊരു നീക്കങ്ങൾ നടത്തുന്നത്. യമനിൽ ഇപ്പോൾ ഇന്ത്യക്ക് ഹൂതികൾ ബന്ധമൊന്നുമില്ല, അവിടെ എംബസി ഒന്നും പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ അതിന്റെ പരിമിതികളുണ്ട്. എന്തായാലും ഇപ്പോൾ ഊർജിതമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തന ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ആശ്വാസമാണ്. വിവരങ്ങളാണ് ഷൈജു